കടയിൽ നിന്ന് വാങ്ങിയ മഞ്ഞൾപ്പൊടി ആയിരിക്കുമല്ലേ നമ്മളെല്ലാവരും ഉപയോഗിക്കാറ്. പക്ഷെ വീട്ടിൽ തന്നെ നട്ടു വളർത്തി ആ മഞ്ഞളിൽ നിന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ തയ്യാറാക്കി ഉപയോഗിച്ചിട്ടുണ്ടോ? ഇന്ന് എൻ്റെ വീട്ടിൽ മഞ്ഞൾ എങ്ങനെ നമ്മൾ കൃഷി ചെയ്തു, അതെങ്ങനെ മഞ്ഞൾപ്പൊടിയായി മാറി, പിന്നെ വീണ്ടും അടുത്ത വർഷത്തേക്ക് വിത്തായി എങ്ങനെ സൂക്ഷിച്ചു എന്നുള്ള യാത്രയാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു റെസിപ്പി വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഒരു ചെറിയ കുടുംബത്തിൻ്റെ കൃഷിയോടുള്ള സ്നേഹത്തിൻ്റെ കഥ എന്ന് വേണേലും പറയാം. അല്ലെങ്കിൽ വളരെ കുറച്ച് സ്ഥലം ഉണ്ടായിട്ടും എങ്ങനെ അത് ഇത്ര യൂസ്ഫുള്ളായിട്ട് യൂസായി എന്നുള്ള കഥ. അപ്പോൾ വീഡിയോ തുടങ്ങാം അല്ലേ. ഇതാണ് ഞങ്ങൾ വിളവെടുത്ത മഞ്ഞൾ. ചെറിയൊരു സ്ഥലമായിരുന്നിട്ട് പോലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നട്ട് വളർത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നാണെങ്കിൽ പോലും ഞങ്ങൾക്ക് കിട്ടിയ മഞ്ഞൾ ഇത്രയാണ്. ഒരുപാടുണ്ടല്ലേ. നിങ്ങൾക്കൊപ്പോൾ പോസിബിളാണ്. ഇവയിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും നല്ല കിഴങ്ങുകളെടുത്ത് മാറ്റിവെക്കും. അത് അടുത്ത വർഷത്തേക്ക് വീണ്ടും നടാൻ വേണ്ടി മാറ്റിവെക്കുന്നതാണ്. ബാക്കിയുള്ളവയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഈ മഞ്ഞൾ നന്നായിട്ട് കഴുകും. ഒരുപാട് മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരിക്കും. മണ്ണിൽ നിന്ന് കിട്ടുന്നതല്ലേ മഞ്ഞൾ. അപ്പോൾ അതിനെയൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു 2 or 3 വെള്ളമൊക്കെ കഴുകേണ്ടി വരും. അതെല്ലാം കഴിഞ്ഞിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നിറയെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒറ്റ പ്രഷർ കുക്കറിൽ ഒറ്റ തവണയായിട്ട് വേവിച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനൊരു 3-4 തവണയായിട്ട് ഇത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തു. ഇത് പിന്നീട് ഉണക്കാൻ എളുപ്പമാകും. മാത്രമല്ല നല്ല നിറവും ഗുണവും ഒക്കെ ലഭിക്കും. ആ വേവിച്ച മഞ്ഞളുണ്ടല്ലോ, അയ്യോ എന്താ മണം, ഒരു രക്ഷയുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് അനുഭവിക്കുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും കടയിൽ നിന്ന് വാങ്ങിയ മഞ്ഞളാണ്. ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും എനിക്ക് തോന്നിയത്, അയ്യോ എന്ത് ഫ്രഷ് ഫീലിംഗ് ആണ്. ആ മഞ്ഞൾ വേവിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു മണമുണ്ട്. ശരിക്കും വല്ലാത്തൊരു സുഖം തോന്നുന്നുണ്ട്. വീണ്ടും വീണ്ടും നടാനും വീണ്ടും വീണ്ടും അത് വിളവെടുത്ത് ഇതുപോലെ ചെയ്യാനുള്ളൊരു ആവേശം തരും ഈ ഒരു അനുഭവം. അങ്ങനെ വേവിച്ച മഞ്ഞൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനത് മുറിക്കുകയാണ്. കാരണം ഇങ്ങനെ മുറിച്ചാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ചെറിയ ചെറിയ മഞ്ഞൾ പീസാണെങ്കിൽ അധികം മുറിക്കണം എന്ന് അത്യാവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയും നല്ലപോലെ ഉണങ്ങി വരാനുമാണ് ശരിക്കും ഇങ്ങനെ മുറിക്കുന്നത്. ഈ അരിഞ്ഞിടുന്നത് തള്ള പോലത്തെ റൗണ്ട് സംഭവത്തിനെയും റൗണ്ട് ടർമറിക്കായിട്ടുള്ള പീസിനെയും പിന്നെ ഇതുപോലത്തെ കുഞ്ഞില്ലേ, ഇതിന് മക്കളെന്ന് പറയും, തള്ളയും മക്കൾ. അപ്പോൾ ഇത് ചെറിയ പീസാണ്. അപ്പോൾ ഇതിന് അരിഞ്ഞിടണം എന്നില്ല, അരിഞ്ഞിടാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാം കൂടെ അരിഞ്ഞിടുന്നത് കുറേ ടൈം എടുക്കും എന്നുള്ളതുകൊണ്ട് അരിഞ്ഞിട്ടിട്ടില്ല. പിന്നീട് നല്ല വെയിലത്ത് ദിവസങ്ങളോളം ഉണക്കണം. ഒരുപാട് നാൾ ഉണങ്ങി നല്ല ഉണങ്ങിയ അവസ്ഥ എത്തിയ ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ആക്കുന്നത്. അപ്പോഴേ നമുക്ക് നല്ല മഞ്ഞൾപ്പൊടി കിട്ടത്തുള്ളൂ. ഇതിന് ശേഷം നമ്മൾ അടുത്ത മില്ലിൽ കൊണ്ടുപോയാണ് പൊടിപ്പിച്ചെടുത്തത്. ആ ഭാഗം എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവസാനം കിട്ടിയ മഞ്ഞൾപ്പൊടി ഇതാണ്. ഇതൊരുപാടുണ്ടാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാത്രമല്ല, ഇവിടുത്തെ നമ്മുടെ അയൽപ്പക്കവും ബന്ധുക്കളും എൻ്റെ അമ്മയും എൻ്റെ അമ്മ വന്നിട്ട് പോകുമ്പോഴും എൻ്റെ കസിൻസ് വന്നിട്ട് പോകുമ്പോൾ ഞാൻ ബാംഗ്ലൂർ പോകുന്ന സമയത്തൊക്കെ എനിക്കിത് കൊണ്ടുപോകാൻ കിട്ടാറുണ്ട്. ഇതൊരുപാട് നാളത്തേക്ക് നിൽക്കുകയും ചെയ്യും. തൽക്കാലം ഞങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കണം. ഇത്തവണ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. സോ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കിയ മഞ്ഞൾപ്പൊടി. നിറവും മണവും എല്ലാം വേറിട്ടൊരു അനുഭവമാണ്. നമുക്ക് എത്ര വേണോ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റും. പലപ്പോഴും നമ്മളിങ്ങനെ പല ഇൻസ്റ്റാ വീഡിയോയിലൂടെയും യൂട്യൂബ് വീഡിയോയിലൂടെയും കണ്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ഫലം ഒന്ന് വേറെ തന്നെയായിരിക്കും. ഈ മഞ്ഞൾപ്പൊടി ഞങ്ങൾ ദിവസവും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. സ്വന്തമായി വളർത്തിയതാണെന്ന സന്തോഷം അതിന് പ്രത്യേക രുചി നൽകും. ഇനി വീണ്ടും അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അച്ഛൻ വീണ്ടും സ്ഥലമൊക്കെ ഒരുക്കി സൂക്ഷിച്ചു വെച്ച വിത്തൊക്കെ മണ്ണിലേക്ക് നടുവാണ്. കുറച്ച് മാസങ്ങൾ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ നല്ല പച്ചയായി വളർന്നു വരും. ഒരു നട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. നല്ലൊരു മഴക്കാലം കഴിഞ്ഞതും ഇത് ഇത്രയും രസകരമായിട്ട് എന്താ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇത്രയും ഭംഗിയായിട്ട് പൊടിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഈ യാത്ര വർഷം തോറും തുടരുന്നു. ഈ ഒരു അനുഭവത്തോടു കൂടി എനിക്കൊരു ആവേശം കിട്ടിയിട്ടുണ്ട്. ഞാനും ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളത്.
എൻ്റെ വീട്ടിൽ കൃഷിയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ തോതിൽ വാഴ ഒക്കെ നട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ കൃഷിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ എന്തോരം പച്ചക്കറികളാണ് നട്ടിരിക്കുന്നത്. അതെല്ലാം കണ്ടിട്ട് ഇൻസ്പയറായി ഇപ്പോൾ എൻ്റെ അമ്മയും വീട്ടിൽ പോയി ഇത് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യാൻ വലിയ സ്ഥലമൊന്നുമില്ല. പക്ഷേ അച്ഛൻ എന്നിട്ടും വീട്ടിൽ ഇത്രയും ചെടികളും പച്ചക്കറികളും വളർത്തുന്നത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും സന്തോഷം തോന്നും. അതിലും സന്തോഷം എന്തെന്നാൽ ഇത് കണ്ടിട്ട് എൻ്റെ അമ്മയും ഇൻസ്പയറായിട്ട് ഇപ്പോൾ കൂടുതൽ ചെടികളൊക്കെ നട്ടു തുടങ്ങി. പയറും പാവയ്ക്കയും കത്തിരിക്കയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മയും നട്ടു തുടങ്ങി. ഒരാളുടെ ചെറിയ ശ്രമം മറ്റൊരാളെ എത്രത്തോളം പ്രചോദിപ്പിക്കാമെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന നിമിഷങ്ങളാണിത്. നിങ്ങൾക്ക് വലിയ സ്ഥലമൊന്നും വേണ്ട. ഒരു ചെറിയ മുറ്റമോ ഒരു കോണോ കുറച്ച് ചട്ടികളോ ഉണ്ടെങ്കിൽ കഴിയുന്നത്ര എന്തെങ്കിലും നട്ട് വളർത്തണം. ഒരു മുള പൊട്ടി വരുന്നതും അത് വളരുന്നതും ഒടുവിൽ സ്വന്തം വീട്ടിൽ ഉപയോഗിക്കുന്നതും കാണുന്ന സന്തോഷം വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ വീഡിയോ നിങ്ങൾ ഒരാളെങ്കിലും ഒരു ചെടിയെങ്കിലും നട്ട് വളർത്താൻ ഇൻസ്പയർ ചെയ്താൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം പറയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.